ണ്ട് യേശു തമ്പുരാൻ പട്ടണത്തിനുള്ളിലിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി അവനെ വന്ന് കണ്ട് കവിണ്ണ് വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാം എന്ന് പറഞ്ഞു. കർത്താവ് എന്താ പറഞ്ഞേ? എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക എന്ന് പറഞ്ഞ് അവനെ തൊട്ടു. അവൻ്റെ കുഷ്ഠം അവനെ വിട്ടുമാറി, അവൻ ശുദ്ധനായി തീർന്നു. പ്രിയമുള്ളവരെ, സത്യകുംഭസാരം എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് ഈ കുഷ്ഠരോഗിക്ക് നമ്മൾ ചാർത്തി കൊടുക്കണം. കാരണം ആ വേദഭാഗം ഒരിക്കൽ കൂടി നാം മനസ്സിലാക്കുമ്പോൾ കുഷ്ഠരോഗം യഹൂദ മക്കളെ സംബന്ധിച്ച്, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് വളരെ നികൃഷ്ടമായ രോഗമായി, പാപത്തിൻ്റെ ഫലമായി, ഒരുപക്ഷെ അവൻ്റെ മാതാപിതാക്കളുടെയോ പൂർവിക പിതാക്കന്മാരുടെയോ പാപത്തിൻ്റെ ഫലമായി അവന് നൽകപ്പെടുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ അവൻ ഏറ്റെടുക്കപ്പെടേണ്ട ഒരു രോഗമാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത്. കുഷ്ഠരോഗിക്ക് പട്ടണത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുണ്ടോ? ഇല്ല. അങ്ങനെ അവൻ പ്രവേശിച്ചാൽ അവനെ ആരെങ്കിലും കാണേണ്ടി വന്നാൽ അവനെ കല്ലെറിഞ്ഞ് ഓടിക്കുകയോ കല്ലെറിഞ്ഞ്